ഇന്നത്തെ വീഡിയോ സോളോ ലെവലിങ്ങിൻ്റെ ആദ്യ എപ്പിസോഡിനെ കുറിച്ചാണ്. സോളോ ലെവലിങ്ങിൻ്റെ ആദ്യ എപ്പിസോഡ് ആരംഭിക്കുന്നത് 3 വർഷം മുൻപ് ജേജു ഐലൻഡ് എന്ന ദ്വീപിനെ ചുറ്റി കുറേ യുദ്ധക്കപ്പലുകൾ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. കപ്പലിലെ ക്യാപ്റ്റനോട് നമ്മൾക്കും ഈ ഫൈറ്റിൽ ചേരേണ്ടേ എന്ന് കൂടെയുള്ളയാൾ ചോദിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്നും നമ്മളുടെ ആയുധങ്ങൾ കൊണ്ട് അവറ്റകൾക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കില്ലെന്നും പറയുന്ന ക്യാപ്റ്റൻ ഇനിയെല്ലാം ഹണ്ടേഴ്സിൻ്റെ കയ്യിലാണെന്നും പറയുന്നു. ദ്വീപിലെ കാടിനുള്ളിൽ ഒരു കൂട്ടം ഹണ്ടേഴ്സ് ചുവന്ന ഭീമൻ ഉറുമ്പുകളെ നേരിടുന്നു. വാളും പരിചയും മാജിക്കും ഉപയോഗിച്ച് ഉറുമ്പുകളെ ഹണ്ടേഴ്സ് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ ഹണ്ടേഴ്സിൻ്റെ റാങ്കുകൾ ഉറുമ്പുകളേക്കാൾ ലോ റാങ്ക് ആയതുകൊണ്ട് ഉറുമ്പുകൾ ഹണ്ടേഴ്സിനെ അനായാസം നേരിടുന്നു. ശേഷം അവരെയെല്ലാം ഉറുമ്പുകൾ കടിച്ചു കീറുന്നു. എല്ലാം അവസാനിച്ചു എന്ന് ഒരു ഹണ്ടർ വിചാരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന മറ്റൊരു ഹണ്ടർ ഉറുമ്പിനെ അടിച്ചു വിടുന്നു. ശേഷം പരിക്ക് പറ്റിയ ഹണ്ടർ മാജിക് ഉപയോഗിച്ച് ഹീൽ ചെയ്യുന്നു. അപ്പോഴേക്ക് തലയ്ക്ക് മുകളിലൂടെ പറന്നു വരുന്ന ഉറുമ്പുകളുടെ പുറകെ വരുന്ന ഹണ്ടേഴ്സായ യൂൻ സിയോക്കും ബേക്ക് യൂൻഹോയും ആക്രമിക്കുന്നു. ശേഷം ഉറുമ്പുകളെ ബേക്ക് യൂൻഹോ കൈകൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുമ്പോൾ യൂൻ സിയോക്ക് കയ്യിലെ മാജിക് ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഇത് കാണുന്ന ബാക്കി ഹണ്ടേഴ്സ് ഇവർ 3 പേരും എസ് റാങ്ക് ഹണ്ടേഴ്സ് ആണെന്ന് പറയുന്നു. ഹീൽ ചെയ്യുന്ന ബ്യൂങ്കുവിനോട് നിനക്ക് കുറച്ച് തിടുക്കം കൂടുതലാണെന്ന് യൂൻ സിയോക്ക് പറയുമ്പോൾ നിങ്ങൾ എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയാമെന്ന് ബ്യൂങ്കു പറയുന്നു. അപ്പോഴേക്കും അവിടേക്കൊരു വെളുത്ത ഭീമൻ ഉറുമ്പ് വരുന്നു. ഈ വെളുത്ത ഉറുമ്പ് ബോസ് മോൺസ്റ്റർ ആയിരിക്കില്ലെന്ന് യൂൻ സിയോക്ക് പറയുമ്പോൾ മിക്കവാറും ഈ ചെറിയ ഉറുമ്പുകളുടെ നേതാവായിരിക്കുമെന്ന് യൂൻഹോ പറയുന്നു. ശേഷം വെളുത്ത ഉറുമ്പിനെ ആക്രമിക്കാൻ യൂൻ സിയോക്കും യൂൻഹോയും കുതിക്കുന്നു. യൂൻഹോ ഉറുമ്പിനെ പിടിച്ചു നിർത്തുമ്പോൾ യൂൻ സിയോക്ക് ഇലക്ട്രിക് അറ്റാക്ക് കൊണ്ട് ഉറുമ്പിനെ പരിക്കേൽപ്പിക്കുന്നു. ശേഷം ഉറുമ്പിൻ്റെ നഖങ്ങൾ പറിച്ചെടുക്കുകയും അതിലൊരെണ്ണം കൊണ്ട് ഉറുമ്പിനെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവിടേക്കൊരു കൂട്ടം വെളുത്ത ഉറുമ്പുകൾ വരുന്നു. ഇതോടെ യൂൻഹോയും യൂൻ സിയോക്കും അവരുടെ പവറുകൾ ഉപയോഗിച്ച് ഉറുമ്പുകളെ നേരിടാൻ ശ്രമിക്കുമ്പോൾ അടുത്തുള്ള സിറ്റിയിൽ നിന്ന് മറ്റൊരു എസ് റാങ്ക് ഹണ്ടറായ ചോയ് ജോങ്ങിൻ ഇതെല്ലാം നോക്കിക്കാണുന്നു. ശേഷം സിറ്റിയിലേക്ക് വരുന്ന ഉറുമ്പുകളെ തടയാൻ ഒരുങ്ങുന്നു. ഉറുമ്പുകളെ മാജിക് ഉപയോഗിച്ച് കത്തിച്ച് കളയുന്ന ചോയ് ജോങ് ബാക്കി ഹണ്ടേഴ്സിനോട് ആക്രമിക്കാൻ പറയുന്നു. ഇതോടെ ഹണ്ടേഴ്സും ഉറുമ്പുകളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. മറ്റൊരു ലോകമോ അല്ലെങ്കിൽ മറ്റൊരു ഡിമെൻഷനോ ആയി ബന്ധിപ്പിക്കുന്ന ഗേറ്റുകൾ ലോകത്തിലുടനീളം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് 10 വർഷങ്ങളായെന്നും ഗേറ്റിനുള്ളിൽ സാധാരണ ആയുധങ്ങൾ കൊണ്ട് പോറലേൽപ്പിക്കാൻ പോലും പറ്റാത്ത ജീവികളുണ്ടെന്നും അതിനെ മാജിക് ബീസ്റ്റ് എന്നാണ് വിളിക്കുന്നതെന്നും ഈ മാജിക് ബീസ്റ്റുകളെ നേരിടാൻ പ്രത്യേക ശക്തികളുള്ള മനുഷ്യന്മാരെ കൊണ്ടേ പറ്റുകയുള്ളെന്നും ഈ മനുഷ്യന്മാരെ ഹണ്ടേഴ്സ് എന്നാണ് വിളിക്കുന്നതെന്നും പറയുന്നു. ഹണ്ടേഴ്സിൻ്റെ ശരീരത്തിലെ മാജിക് പവറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഓരോ റാങ്ക് കൊടുക്കുന്നത്. ഏറ്റവും ഉയർന്ന റാങ്കാണ് എസ് റാങ്ക്, ശേഷം എ റാങ്ക്, ബി റാങ്ക്, സി റാങ്ക്, ഡി, ഇ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം, അതായത് പ്രസന്റ് ഡേ, ഗേറ്റ് ഉണ്ടായ ഒരു പണിസ്ഥലത്ത് കുറച്ച് ഹണ്ടേഴ്സ് നിൽക്കുന്നത് കാണിക്കുന്നു. ഹണ്ടർ കിമ്മിന് ചായ കൊടുക്കുന്ന കച്ചവടക്കാരൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു റെയ്ഡ് ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് വരുന്ന മറ്റൊരു ഹണ്ടറായ പാർക്ക് കിമ്മുമായി സംസാരിക്കുന്നു. പാർക്ക് ഹണ്ടിങ് നടത്തിയതല്ലേ എന്ന് കിം ചോദിക്കുമ്പോൾ അത് ഭാര്യ രണ്ടാമതും ഗർഭിണിയാകുന്നതിന് മുൻപാണെന്ന് പാർക്കും പറയുന്നു. ഈ റെയ്ഡ് നല്ല രീതിയിൽ അവസാനിക്കുകയാണെങ്കിൽ അത്യാവശ്യം കാശ് കിട്ടുമെന്ന് കിം പറയുമ്പോൾ അവിടേക്ക് ജിൻവു എന്ന ചെറുപ്പക്കാരൻ കയറി വരുന്നു. ജിൻവുവിനെ അവിടെയുള്ള മിക്കവരും വിളിക്കുകയും കുശലം ചോദിക്കുകയും ചെയ്യുന്നു. ഹണ്ടർ കിങ് ജിൻവുവിനെ വിളിക്കുകയും ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന പാർക്ക് ജിൻവു ഉയർന്ന റാങ്കുള്ള ഒരു ഹണ്ടറോ മറ്റോ ആണോ എന്നും എല്ലാവർക്കും അവനെ വലിയ കാര്യമാണല്ലോ എന്നും കിമ്മിനോട് ചോദിക്കുന്നു. ഇത് കേട്ട് ചിരിക്കുന്ന കിം നീ പറഞ്ഞതിന് നേരെ വിപരീതമാണ് ഇവൻ്റെ കാര്യമെന്ന് പറയുന്നു. അവൻ്റെ ഇരട്ടപ്പേര് തന്നെ മനുഷ്യരാശിയിലെ ഏറ്റവും ബലഹീനനായ ഹണ്ടർ എന്നാണെന്നും പറയുന്നു. അവൻ്റെ കാര്യം അത്രയ്ക്ക് മോശമാണോ എന്ന് പാർക്ക് ചോദിക്കുമ്പോൾ ജിൻവുവിന് ഒരു ഇ റാങ്ക് ഗേറ്റിൽ പോലും നേരെ ചൊവ്വേ പോയിട്ട് വരാൻ സാധിക്കില്ലെന്ന് പറയുകയും ജിൻവു ഒരു റെയ്ഡിന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ റെയ്ഡ് അത്രയ്ക്ക് സേഫ് ആണെന്ന് കിം പറയുന്നു. കിമ്മും പാർക്കും തമ്മിൽ സംസാരിക്കുന്നത് ജിൻവു കേൾക്കുന്നു. ശേഷം അവരെ തെറ്റു പറയാൻ പറ്റില്ലെന്ന് മനസ്സിൽ വിചാരിച്ച് നടക്കുമ്പോൾ ഹീലറായ ജൂഹി ജിൻവുവിൻ്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ മുഖത്തിന് എന്ത് പറ്റിയെന്ന് ജൂഹി ചോദിക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് പോലെ റെയ്ഡിന് പോയപ്പോൾ സംഭവിച്ചതാണെന്ന് ജിൻവു പറയുന്നു. ജിൻവുവിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ജൂഹിയോട് കുഴപ്പമില്ലെന്നും ഞാനൊരു ഇ റാങ്ക് ഹണ്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്നും ഇതെല്ലാം എനിക്ക് ശീലമാണെന്നും ജിൻവു പറയുന്നു. അപ്പോഴേക്കും റെയ്ഡിന് പോകാനായി ക്യാപ്റ്റൻ സോങ് ചിയൂൾ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. ശേഷം എല്ലാവരുമായി സംസാരിച്ച ശേഷം ഗേറ്റിനുള്ളിലേക്ക് എല്ലാവരും കയറുന്നു.
അതിനിടയിൽ ഹണ്ടർ കിം ഇപ്രാവശ്യം പരിക്കൊന്നും പറ്റാതെ വെളിയിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ശേഷം അരയിൽ നിന്നും ഒരു കത്തി എടുക്കുന്ന ജിൻവു പേരിന് മാത്രം മാജിക്കൽ പവർ ഉള്ള ഈ കത്തി മാത്രമേ തനിക്ക് ആയുധമായിട്ടുള്ളെന്നും വെറും കൈയോടെ പോകുന്നതിലും ഭേദം ഇതാണെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുന്നു. അതേസമയം മറ്റൊരിടത്ത് കൊറിയൻ ഹണ്ടർ അസോസിയേഷൻ ചെയർമാൻ ഗോ ഗൺഹിയും അസിസ്റ്റന്റ് വു ജിൻജുലും തമ്മിൽ സംസാരിക്കുന്നത് കാണിക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ മീറ്റിംഗ് നല്ല രീതിയിൽ അവസാനിച്ചോ എന്ന് ജിൻജുൽ ചോദിക്കുമ്പോൾ എന്നത്തെയും പോലെ തന്നെയെന്ന് ചെയർമാൻ ഗോ മറുപടി പറയുന്നു. ഡഞ്ചൻ ബ്രേക്ക് ഒരു പ്രശ്നമാണെങ്കിലും ഡഞ്ചനുള്ളിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കളൊക്കെ അവർക്ക് വേണം താനും എന്ന് പറയുന്ന ചെയർമാൻ അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും ഡഞ്ചനിൽ നിന്നും കിട്ടുന്ന വസ്തുക്കളൊക്കെ വിറ്റാണ് ഹണ്ടേഴ്സ് വരുമാനമുണ്ടാക്കുന്നതെന്നും പറയുന്നു. ഡഞ്ചൻ എന്നത് ഗേറ്റിനുള്ളിലെ സ്ഥലത്തെയാണ് പറയുന്നത്. ഒരു ഗേറ്റ് ഉണ്ടായിക്കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞിട്ടും ആ ഗേറ്റിനുള്ളിലെ ഡഞ്ചൻ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ളിലെ ബീസ്റ്റുകളൊക്കെ ഡഞ്ചന് വെളിയിലേക്ക് വരും. അങ്ങനെ സംഭവിക്കുന്നതിനെയാണ് ഡഞ്ചൻ ബ്രേക്ക് എന്ന് പറയുന്നത്. ശേഷം ഡ്രോവറിൽ നിന്ന് എന്തോ ഒന്നെടുക്കുന്ന ചെയർമാൻ ഇതുപോലുള്ള സ്റ്റോണുകൾ മാജിക്കൽ ബീസ്റ്റുകളെ കൊല്ലുമ്പോൾ കിട്ടുന്നതാണെന്നും ഇതിനെ എസൻസ് സ്റ്റോൺ എന്നാണ് വിളിക്കുന്നതെന്നും പറയുന്നു. ഇവയ്ക്കൊക്കെ വലിയ വിലയുണ്ടെന്നും പറയുമ്പോൾ റെയ്ഡിനിടയിൽ ഒരു ബീസ്റ്റിനെ കൊല്ലുന്ന ജിൻവുവിന് ഒരു എസൻസ് സ്റ്റോൺ കിട്ടുന്നു. സ്റ്റോൺ കിട്ടിയ സന്തോഷത്തിലിരിക്കുന്ന ജിൻവുവിനെ മറ്റൊരു ബീസ്റ്റ് ആക്രമിക്കുന്നു. ബീസ്റ്റിന്റെ ആക്രമണം കത്തികൊണ്ട് തടയുന്ന ജിൻവു ഒഴിഞ്ഞു മാറുന്നു. ശേഷം ബീസ്റ്റിനെ കത്തികൊണ്ട് കുത്താനായി ജിൻവു ശ്രമിച്ചെങ്കിലും നേരത്തെ തടഞ്ഞ വെട്ടിൽ വിണ്ടുകീറിയ കത്തി ഒടിഞ്ഞു പോകുന്നു. ഇതോടെ ബീസ്റ്റ് ജിൻവുവിനെ തിരിച്ചു കുത്തുന്നു. അപ്പോഴേക്കും അവിടേക്ക് പാഞ്ഞു വരുന്ന ഹണ്ടർ പാർക്ക് ഒറ്റവെട്ടിന് ബീസ്റ്റിനെ കൊല്ലുന്നു. നിലത്ത് കിടന്ന് പുളയുന്ന ജിൻവുവിനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് പാർക്ക് അടുത്ത മാജിക് ബീസ്റ്റിനടുത്തേക്ക് പോകുന്നു. ജിൻവുവിൻ്റെ മുറിവ് ജൂഹി മാജിക് ഉപയോഗിച്ച് ഹീൽ ചെയ്യുന്നു. അതേസമയം ബാക്കിയുള്ളവരെല്ലാം ബീസ്റ്റുകളെ അനായാസം നേടുന്നത് ജിൻവു കാണുന്നു. ശേഷം വീണ്ടും ചെയർമാനും അസിസ്റ്റന്റും തമ്മിലുള്ള സംഭാഷണം കാണിക്കുന്നു. ഹൈറാങ്കുള്ള ബീസ്റ്റുകളിൽ നിന്നും എടുക്കുന്ന എസൻസ് സ്റ്റോണുകൾ ഉപയോഗിച്ച് ബീസ്റ്റുകളെ നേടാനുള്ള ശക്തമായ ആയുധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും പറയുന്നു. എസൻസ് സ്റ്റോൺ മാത്രമല്ല മാന ക്രിസ്റ്റൽസും ഡഞ്ചനിൽ നിന്ന് ശേഖരിക്കുന്നുണ്ടെന്ന് പറയുന്ന ചെയർമാൻ എന്നാൽ അതിന് എസൻസ് സ്റ്റോണിൻ്റെ അത്ര പവർ ഇല്ലെന്നും അതുകൊണ്ട് ഇതൊരു ഊർജ്ജസ്രോതസ്സായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ബാക്കിയുള്ളവയെ പോലെ അന്തരീക്ഷം മലിനമാകുമെന്ന പേടിയും വേണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിന് ഇതിനോട് ഇത്ര താല്പര്യമെന്നും ചെയർമാൻ പറയുന്നു. അപ്പോഴേക്കും ക്യാപ്റ്റൻ സോങ് ഡഞ്ചൻ ബോസിനെ കൊല്ലുന്നു. ബോസ് മോൺസ്റ്ററിനെ കൊന്നതിൽ എല്ലാവരും ആഹ്ലാദിക്കുന്നത് ഒരു മൂലയ്ക്കിരുന്ന് ഹീൽ ചെയ്യുന്ന ജിൻവു കാണുന്നു. ഇങ്ങനെ പോയാൽ ഇതിലും വലുത് സംഭവിക്കുമെന്ന് പറയുന്ന ജൂഹി നിന്റെ ശരീരം മുഴുവനും പരിക്കാണെന്ന് പറയുമ്പോൾ ജിൻവു ജൂഹിയോട് മാപ്പ് ചോദിക്കുന്നു. നിന്റെ മാപ്പല്ല എനിക്ക് വേണ്ടതെന്നും നിന്റെ കാര്യത്തിൽ എനിക്ക് അതിയായ വിഷമമുണ്ടെന്നും ജൂഹി പറയുന്നു. അതേസമയം ക്യാപ്റ്റൻ സോങ്ങിനോട് റെയ്ഡിൽ നിന്ന് കാര്യമായി ഒന്നും കിട്ടിയില്ലെന്നും ഇങ്ങനെ പോയാൽ വലിയ ലാഭം കിട്ടില്ലെന്നും ബാക്കിയുള്ള ഹണ്ടേഴ്സ് പറയുന്നത് കേൾക്കുന്ന ജിൻവു തൻ്റെ കയ്യിൽ ആകെ കിട്ടിയ ഈറാങ്ക് എസെൻസ് സ്റ്റോൺ നോക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് മിച്ചമെന്ന് വിചാരിക്കുന്നു. അതേസമയം കൂട്ടത്തിലുള്ള ഒരു ഹണ്ടർ ഡഞ്ചനുള്ളിലൂടെ ഒരു ഗുഹ കണ്ടുപിടിക്കുന്നു. ഇതൊരു ഡബിൾ ഡഞ്ചൻ ആണോ എന്ന് സംശയിക്കുന്ന ഹണ്ടേഴ്സ് ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഹണ്ടർ അസോസിയേഷന് വിവരം അറിയിക്കുന്നതാണ് നല്ലതെന്ന് ക്യാപ്റ്റൻ സോങ് പറയുന്നു. ആർക്കും ഒന്നും കിട്ടാത്തതുകൊണ്ട് ഈ ഡഞ്ചനും നമ്മൾക്ക് തന്നെ ക്ലിയർ ചെയ്യാമെന്ന് പറയുന്ന പാക്കും കിങ്ങും ഇതൊരു ഡി റാങ്ക് ഡഞ്ചനല്ലേ, വലിയ കുഴപ്പങ്ങളൊന്നും വരില്ലെന്ന് പറയുന്നു. എന്നാലും റിസ്ക് ആണെന്ന് പറയുന്ന ക്യാപ്റ്റൻ വോട്ട് ചെയ്ത് തീരുമാനിക്കാമെന്നും ഭൂരിപക്ഷം അനുസരിച്ച് ചെയ്യാമെന്നും പറയുന്നു. വോട്ടിൻ്റെ അവസാനം 6 പേര് ഡഞ്ചനുള്ളിൽ പോകാമെന്നും ബാക്കി 6 പേര് പോകണ്ട എന്നും പറയുന്നു. ഇനി വോട്ട് ചെയ്യാനുള്ളത് ജിൻവു മാത്രമാണെന്ന് ക്യാപ്റ്റൻ പറയുന്നു. ഡി റാങ്ക് ഡഞ്ചൻ തനിക്ക് അപകടകരമാണെന്നും എന്നാൽ അച്ഛനെ കാണാതായത് മുതൽ വീട്ടുകാരെ നോക്കുന്നത് ഞാനാണെന്നും കിടപ്പിലായ അമ്മയുടെ ചികിത്സയ്ക്കും അനിയത്തിയുടെ പഠനത്തിനും കാശ് കണ്ടെത്തിയേ പറ്റുകയുള്ളെന്നും വിചാരിക്കുന്ന ജിൻവു ഡഞ്ചനുള്ളിലേക്ക് പോകാമെന്ന് പറയുന്നു. അതേസമയം മറ്റൊരിടത്ത് യു ജുൻഹോ എന്ന ചെറുപ്പക്കാരൻ റാങ്ക് പരിശോധിക്കുന്ന മെഷീൻ്റെ അടുത്ത് നിൽക്കുന്നത് കാണിക്കുന്നു. മെഷീനിൽ കൈവയ്ക്കാൻ ഉദ്യോഗസ്ഥ പറയുകയും ജുൻഹോയുടെ റാങ്ക് പരിശോധിക്കുകയും ചെയ്യുന്നു. ശേഷം അടുത്തയാളെ പരിശോധിക്കാൻ വിളിക്കുന്നു. ജുൻഹോ പതിയെ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഏജന്റ് ഫോണിലൂടെ ഒരു ബി റാങ്കുകാരനെയും 2 സി റാങ്കുകാരെയും എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിപ്പിച്ചെന്ന് ഗിൽഡ് മാസ്റ്ററായ ചോയിയോട് പറയുന്നു. പ്രായമോ ജെൻഡറോ നോക്കേണ്ടെന്നും കഴിവുണ്ടെങ്കിൽ നല്ല ഓഫർ കൊടുത്ത് നമ്മുടെ ഗിൽഡിൽ ചേർക്കാൻ നോക്കണമെന്ന് പറയുന്ന ചോയി ചാഹേനെ പോലുള്ളവരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. അതേസമയം റോഡിലൊരു പെൺകുട്ടിയുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് 2 പേര് സ്കൂട്ടറിൽ പോകുന്നു. ഒരു വളവ് തിരിഞ്ഞു വരുന്ന മോഷ്ടാക്കൾ വഴിയുടെ നടുക്ക് ഒരു പെൺകുട്ടി നിൽക്കുന്നത് കാണുന്നു. വഴിയിൽ നിന്ന് മാറാനും ഇല്ലെങ്കിൽ വണ്ടി കയറ്റുമെന്നും പറയുമ്പോൾ പെൺകുട്ടി ഒറ്റച്ചാട്ടത്തിന് അവരുടെ മുകളിൽ വരികയും മോഷ്ടാക്കളുടെ കയ്യിലെ ബാഗ് എടുക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും തലയിലെ തൊപ്പി താഴെ പോകുന്നു. ശേഷം തൊപ്പി തിരികെ എടുത്ത് വെച്ച് പെൺകുട്ടി ബാഗ് കൈമാറുമ്പോൾ അത് എസ് റാങ്ക് ഹണ്ടർ ചാഹെയിൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു.
ചാഹേന് ചുറ്റും ആള് കൂടാൻ തുടങ്ങുമ്പോൾ അവൾ അവിടെ നിന്ന് മിന്നൽ വേഗത്തിൽ പോകുന്നു. അതേസമയം ഗുഹയ്ക്കുള്ളിലൂടെ ക്യാപ്റ്റൻ സോങ്ങും മറ്റുള്ളവരും നടന്നു നീങ്ങുന്നു. ജിൻവുവിൻ്റെ തീരുമാനം ഇഷ്ടപ്പെടാത്ത ജൂഹി അവനോട് ദേഷ്യപ്പെടുന്നു. നേരത്തെ ബീസ്റ്റ് കുറച്ചുകൂടി മുകളിൽ കുത്തിയിരുന്നെങ്കിൽ ജിൻവു ജീവനോടെ കാണില്ലായിരുന്നെന്ന് പറയുന്ന ജൂഹി, മുറിവ് പറ്റാത്ത ഒരിടവും നിന്റെ ശരീരത്തിലില്ലെന്നും നീ എന്തിനാണ് ഡഞ്ചനുള്ളിൽ പോകാൻ ഇത്ര വാശി പിടിക്കുന്നതെന്നും ചോദിക്കുന്നു. ജൂഹിയെപ്പോലൊരു ബീറാങ്ക് ഹീലർ ഇല്ലായിരുന്നെങ്കിൽ താൻ പണ്ടേ തീർന്നേനെ എന്ന് ജിൻവു വിചാരിക്കുമ്പോൾ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി വല്ലതും കഴിക്കാൻ മേടിച്ചു തരണമെന്ന് ജൂഹി പറയുന്നു. അപ്പോഴേക്കും എല്ലാവരും ഒരു വലിയ വാതിലിന് സമീപം വരുന്നു. വാതിൽ തുറക്കാൻ ക്യാപ്റ്റന് ചെറിയ മടിയുണ്ടെങ്കിലും മുന്നോട്ട് വരുന്നു. അതേസമയം മറ്റൊരിടത്ത് ചെയർമാൻ ഗോ പുതിയതായി അവേക്കം ചെയ്ത ഹണ്ടേഴ്സിനോട് സംസാരിക്കുന്നു. ഗേറ്റുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് 10 വർഷമായെങ്കിലും ഡഞ്ചനുകളെക്കുറിച്ച് നമ്മൾക്ക് അധികമൊന്നും അറിയില്ലെന്നും അതുകൊണ്ട് ഹണ്ടർ ആകുക എന്നത് നിങ്ങളുടെ ജീവൻ വെച്ചിട്ടാണെന്നും പറയുന്നു. വർഷങ്ങളായി റെയ്ഡ് നടത്തുന്നവർ പോലും ഒരു ഡഞ്ചനിൽ എപ്പോഴും ശ്രദ്ധിച്ചു നിൽക്കണമെന്നും ഒരു നിമിഷം ശ്രദ്ധ തെറ്റിയാൽ ജീവൻ തന്നെ പോകുമെന്നും പറയുന്ന ചെയർമാൻ ഇവിടെ അതിജീവിക്കണമെങ്കിൽ ഒരു ഉപദേശം തരാമെന്ന് പറയുന്നു. അത് എപ്പോഴും പേടിയുണ്ടാകണമെന്നാണെന്നും പറയുന്നു. വാതിൽ തുറന്ന ഉടനെ റൂമിലെ വിളക്കുകളെല്ലാം താനെ കത്തുന്നു. ചുറ്റും പ്രതിമകൾ നിറഞ്ഞൊരു ഹാളിലേക്ക് എല്ലാവരും കയറി ചെല്ലുന്നു. ആദ്യമായിട്ടാണ് എല്ലാവരും ഇങ്ങനൊരു ഡഞ്ചൻ കാണുന്നത്. പ്രതിമകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിമയെ ജിൻവു ശ്രദ്ധിക്കുന്നു. ഇവിടൊന്നും ഒരു ബീസ്റ്റിനെ പോലും കാണാനില്ലല്ലോ എന്ന് ഹണ്ടേഴ്സിൽ ഒരാൾ പറയുന്നു. നിലത്തെ മാജിക് സർക്കിൾ പരിശോധിക്കുന്ന ക്യാപ്റ്റൻ സോങ്ങിനോട് കയ്യിൽ ഒരു ഏൻഷ്യൻ സ്ക്രിപ്റ്റുമായിട്ട് നിൽക്കുന്ന ഒരു പ്രതിമയെ കാണിച്ചു കൊടുക്കുന്നു. പ്രതിമയുടെ കയ്യിലെ ലിഖിതത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ ക്യാപ്റ്റൻ വായിക്കുന്നു. ഒന്നാമതായി ദൈവത്തെ ബഹുമാനിക്കണമെന്നും രണ്ടാമതായി ദൈവത്തെ സ്തുതിക്കണമെന്നും മൂന്നാമതായി ദൈവത്തോടുള്ള നിങ്ങളുടെ വിശ്വാസം തെളിയിക്കണമെന്നും പറയുമ്പോൾ ജൂഹി ജിൻവുവിനോട് വലിയ പ്രതിമയുടെ കണ്ണുകൾ അനങ്ങിയെന്നും അത് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും പറയുന്നു. നിനക്ക് തോന്നിയതാണെന്ന് ജിൻവു പറയുമ്പോൾ ഡഞ്ചന്റെ വാതിലുകൾ വലിയ ശബ്ദത്തോടെ അടയുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോൾ താൻ ഇനി ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹണ്ടർ അവിടെ നിന്നും പോകുന്നു. എന്ത് നിധി കിട്ടിയാലും നിങ്ങൾ തന്നെ എടുത്തോളാനും എന്നെ വെറുതെ വിടാനും പറഞ്ഞുകൊണ്ട് ഹണ്ടർ വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിമകളിൽ ഒരെണ്ണം ആയുധം കൊണ്ട് ഒറ്റ വെട്ടിന് ഹണ്ടറിനെ കൊല്ലുന്നു. ഇത് കാണുന്നതോടെ എല്ലാവരും പേടിച്ചു വിറയ്ക്കുന്നു. ഇവരെ നമ്മൾ എങ്ങനെ നേരിടുമെന്ന് ഹണ്ടേഴ്സിൽ ഒരാൾ ചോദിക്കുമ്പോൾ തന്നെക്കാളും റാങ്ക് കൂടിയ ഹണ്ടറിനെയാണ് പ്രതിമ ഒറ്റ വെട്ടിന് കൊന്നതെന്നും അതും അയാളൊരു ഡി റാങ്ക് ഹണ്ടർ ആണെന്നും ഡി റാങ്ക് ഡഞ്ചനിൽ എങ്ങനെ ഇത്രയും ശക്തമായ ബീസ്റ്റുകൾ വന്നെന്നും ജിൻവു ചിന്തിക്കുന്നു. ഒരു പ്രതിമയ്ക്ക് അനങ്ങാൻ സാധിക്കുമെങ്കിൽ അതിനർത്ഥം ഇവിടെയുള്ള എല്ലാ പ്രതിമകളും അനങ്ങാൻ സാധിക്കുമെന്ന് ക്യാപ്റ്റൻ സോങ് പറയുമ്പോൾ ജിൻവു ഇരിക്കുന്ന വലിയ പ്രതിമയെ പതിയെ തിരിഞ്ഞു നോക്കുന്നു. താൻ ഒരുപാട് തവണ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടെന്നും എത്ര ചെറിയ ഡഞ്ചനാണെങ്കിലും എനിക്കത് ജീവൻ മരണ പോരാട്ടമാണെന്നും പറയുന്ന ജിൻവു ഈ റാങ്ക് ബീസ്റ്റുകളുടെ ആക്രമണത്തിലും പട്ടിണി കിടന്നും ഒരുപാട് തവണ മരണത്തോട് മല്ലിട്ടിട്ടുണ്ടെന്നും പറയുന്നു. ഭൂരിഭാഗം ഹണ്ടേഴ്സും എസൻസ് സ്റ്റോൺ വിട്ട് കിട്ടുന്ന പൈസയ്ക്ക് നല്ല ആയുധങ്ങൾ വാങ്ങുകയും അതുപയോഗിച്ച് വലിയ ബീസ്റ്റുകളെ കൊന്ന് കാശുണ്ടാക്കുകയും ചെയ്യുമെന്നും എന്നാൽ എനിക്ക് ആകെ വാങ്ങാൻ സാധിക്കുന്നത് ഈ വില കുറഞ്ഞ കത്തി മാത്രമാണെന്ന് ജിൻവു പറയുന്നു. കത്തി ഒടിഞ്ഞാൽ വെറും കൈയോടെ വേണം ഗേറ്റിനുള്ളിലേക്ക് പോകാനെന്നും അങ്ങനെ പോകെ ഞാൻ അതിജീവിക്കാൻ ശ്രമിച്ചെന്നും വീണ് കിട്ടുന്ന അവസരത്തിനായി നോക്കിയിരിക്കുമെന്നും വിചാരിക്കുന്ന ജിൻവു അതുകൊണ്ട് തനിക്ക് അപകടങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പറയുന്നു. അപ്പോഴേക്കും വലിയ പ്രതിമയുടെ കണ്ണുകൾ ജിൻവുവിനെ നോക്കുകയും എല്ലാവരോടും ഒഴിഞ്ഞു മാറാൻ ജിൻവു അലറുകയും ചെയ്യുമ്പോൾ പ്രതിമ കണ്ണിൽ നിന്നും ലേസർ പോലുള്ള അറ്റാക്ക് ഉപയോഗിച്ച് ഹണ്ടേഴ്സിനെ ആക്രമിക്കുന്നു. പ്രതിമയുടെ ഹീറ്റ് വിഷനിൽ 1-2 ഹണ്ടർ കത്തിച്ചാരമായി പോകുന്നു. പേടിച്ചരണ്ട് കിടക്കുന്ന ജൂഹിയുടെ അടുത്തിരിക്കുന്ന ജിൻവു ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മളുടെ കഥ അവസാനിച്ചെന്നും പറയുന്നത് കാണിച്ചുകൊണ്ടാണ് സോളോ ലെവലിംഗ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.